Okay, hi everyone. Good evening. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? Hi everyone. Good evening. ഇന്ന് നമുക്ക് മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ റവന്യൂവിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ പി പിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്തു, ഇമ്പയർമെന്റിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്തു. പിന്നെ നമ്മൾ ഇന്ന് ഇനി ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ക്വസ്റ്റ്യൻ ചെയ്തു. നമുക്ക് ലീസിന്റെ ക്വസ്റ്റ്യൻ ചെയ്യണം, ടാക്സിന്റെ ക്വസ്റ്റ്യൻ ചെയ്യണം, ഇ പി എസിന്റെ ക്വസ്റ്റ്യൻ ചെയ്യണം. ഇത്ര ഏരിയാസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മെജോറിറ്റി ഓഫ് ദി ഏരിയാസ്, അതായത് സ്ഥിരമായിട്ട് ചോദിക്കണ ഒരു 2 OTKസിന്റെ ഏരിയാസ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? അതാണ് ഇന്നത്തെ ഫോക്കസ്. അത് കഴിഞ്ഞിട്ട് കുറെ സ്റ്റുഡൻസ് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അതായത് മറ്റേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണല്ലോ റേഷ്യോസ്. അപ്പം കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അവർക്ക് ഇത്ര ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് കുറച്ച് വീഡിയോസ് ഇട്ടുതരാൻ പറ്റുമെന്ന്. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ ഈ സെഷൻ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ പുതിയ ചാനലായ ട്യൂട്ടർ ക്ലബിൽ ആ വീഡിയോസ് ഇടാം. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ആ വീഡിയോ എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റേഷ്യോ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ട് എങ്ങനെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ എല്ലാ റേഷ്യോനെയും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് കുഞ്ഞു കുഞ്ഞു 10 മിനിറ്റ് വീഡിയോസ് ആയിട്ട് ഒരു 4-5 വീഡിയോ ഇട്ടുതരാം. ഓക്കെ അല്ലേ? അപ്പൊ we'll start with ലോഫ്റ്റി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമുക്ക് എടുക്കാം. ഓക്കെ, ഇത് മറ്റേ ഇതല്ലല്ലോ, OTQs അല്ല. നമുക്ക് OTQs നോക്കാം. OTQsല് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്, ഇമ്പയർമെന്റ്, പ്ലാന്റ്, OTQsല് വേറെ OTQsന്റെ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. OTQsലാകെ ബാക്കിയുള്ളത് ഏർണിങ്സ് പെർ ഷെയർ ആണ്. അതിൽ സേവിയർ കമ്പനി എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഇതില് what number of shares to be used in the basic EPS share calculation for the year ended 31st March 2015. അപ്പൊ നമുക്ക്
ഇവിടെ 31st March 2015. The issue of share capital for a publicly listed company on 31st March 2014 was 10 million shares of 25 cents each. അത് കഴിഞ്ഞിട്ട് on the earnings were 10 million എന്നും പറഞ്ഞിട്ടുണ്ട് 31st March 2014. Year ended 31st March 2015. On 1st July 2014 issued 8 million ordinary shares at full market price. The earnings attributed to ordinary shares. Okay. അപ്പൊ ഇയർ എൻഡഡ് 31st March 2015 ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് തിങ് നമുക്കറിയേണ്ടത് 10 million 25 cent shares എന്ന് പറയുമ്പോൾ എത്ര നമ്പർ ഓഫ് ഷെയർസ് ഉണ്ട്? അപ്പൊ 10,000 divided by 0.25, 40,000. ഓക്കെ അല്ലേ? 40,000 ഷെയർസ് നമ്മുടെ കയ്യിൽ തുടക്കത്തിലേ ഉണ്ടായിരുന്നു. അത് പക്ഷെ എത്ര മാസത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ? 1st July എന്ന് പറഞ്ഞാൽ 6 monthsന്. ഓക്കെ അല്ലേ? അല്ല, 1st July എന്ന് പറഞ്ഞാൽ 6 months അല്ലല്ലോ. ഇയർ എൻഡ് 31st March അല്ലേ? അപ്പൊ എത്ര മാസത്തേക്കാണ് ഉണ്ടായിരുന്നത് പറഞ്ഞ? 1st April തൊട്ട് 1st April 2014 തൊട്ട് 1st July വരെ എത്ര മാസം ഉണ്ട് പറഞ്ഞ? April, May, June, 3 months അല്ലേ? അപ്പൊ into 3 divided by 12. അപ്പൊ അത് 10,000 വരും. ഓക്കെ അല്ലേ? Then we got 8,000 more shares അല്ലേ? Issued 8 million. അപ്പൊ 48,000 ആയി. 48,000 into 9 divided by 12. അപ്പൊ 36,000 ആയി. 36 plus 10, 46,000. അപ്പൊ A should be the answer. Correct. 40 million into 3 by 12 പിന്നെ 48 million into 9 by 12. ഇത് എന്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്? വെയ്റ്റഡ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്തത്. ഈസി ആയിരുന്നു. ഓക്കെ അല്ലേ? അപ്പൊ EPS ശരിക്കും ഇങ്ങനെ OTKs ഒക്കെ ആയിട്ട് വരുമ്പോ നമുക്ക് ഈസി ക്വസ്റ്റ്യൻസും അതിൽ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് കത്തേണ്ടത്. ഓക്കെ അല്ലേ? പിന്നെ which of the following is bonus factor used to adjust earnings per share prior year comparatives presented? അപ്പൊ prior year comparatives present ചെയ്തതിന് നമ്മൾ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഏർണിങ്സ് ആണ് നമ്മൾ നോക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവിടുത്തെ എന്ത് വന്നിരിക്കുന്നത്? ബോണസ് ഫാക്ടർ വന്നിരിക്കുന്നത്. അപ്പൊ ഇത് റൈറ്റ് ഇഷ്യൂ ആണ്. Immediately before prior was offered as 2.4. ഓക്കെ, അവർ ഉദ്ദേശിക്കുന്ന ഈ റൈറ്റ് ഇഷ്യൂവിന്റെ ഫ്രാക്ഷൻ ആണ്. അപ്പൊ നമ്മളത് എങ്ങനെയാണ് ചെയ്യുക? ഇവരെങ്ങനെയാ പറഞ്ഞത്? made a right issue of ordinary share, 2 new ordinary share for $1 and every 5 held, which was for 2.4. Okay അല്ലേ? അപ്പൊ നമുക്ക് ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത്
2.4 ആണ് മനസ്സിലായി. 5 into 2.4 12 14 4 divided by 7 2 is your terp. അപ്പൊ 2.4 by 2 എന്ന് പറയുന്നതാണ് നോർമലി റൈറ്റ്സ് ഫ്രാക്ഷൻ. നമ്മളോട് കമ്പാരറ്റീവ് ഫോർ ദി പ്രയർ ഇയർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ റീസ്റ്റേറ്റ് ചെയ്യാനാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഓപ്പോസിറ്റ് ഓഫ് ദാറ്റ് വിച്ച് ഇസ് 2 by 2.4. ഓക്കെ അല്ലേ? അപ്പൊ എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞ ഞാൻ ആദ്യം എന്ത് ചെയ്തു, നമ്മളെ നോർമൽ റൈറ്റ്സ് ഫ്രാക്ഷൻ എടുത്തു. ദാറ്റ് ഇസ് കം റൈറ്റ്സ് പ്രൈസ് ബൈ ടേം. കം റൈറ്റ്സ് പ്രൈസ് ഇസ് ദി ഹയർ പ്രൈസ്, ദാറ്റ് ഇസ് 240, or the price before, immediately before rights issue, that is 240. അപ്പൊ 5 ഷെയർ ഉള്ളവന് 2 ഷെയറും കൂടിയും നമ്മൾ കൊടുത്തു എന്നാണ് പറയുന്നത്. ആ 2 ഷെയർ കൊടുത്തത് 1-നാണ്. അപ്പൊ 2 into 1 you get 2. ബാക്കിയുള്ള 5 ഷെയർ എത്രയ്ക്കായിരുന്നു? 5 into 2.4 which you get is 12. അപ്പൊ total becomes 14. For how many shares? 7 shares. അപ്പൊ term becomes 2. അപ്പൊ 2.4 divided by 2 ആയിരുന്നു നിങ്ങളുടെ റൈറ്റ്സ് ഫ്രാക്ഷൻ. നമ്മളോട് പ്രയർ ഇയർ കമ്പാരറ്റീവ് എടുക്കാൻ പറഞ്ഞപ്പോ നമ്മളോട് റീസ്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? റെസിപ്രോക്കൽ ഓഫ് ദാറ്റ്. ഓക്കെ അല്ലേ? ഇവിടെ എടുത്ത രീതിനെക്കാട്ടും എളുപ്പം നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, whereas 5 into 2.4 2 into 1 ചെയ്തിട്ട് ചെയ്യണതാണ് എളുപ്പം. ഓക്കെ അല്ലേ? അടുത്തത്, what amount of earnings should be used in the diluted earnings per share calculation? അപ്പൊ ഇത് എന്ത് ഡൈല്യൂട്ടഡ് ഇതാണെന്നൊക്കെ, കൺവേർട്ടബിൾ ലോൺ നോട്ട് ആണ്. അപ്പൊ ഏർണിങ്സ് എങ്ങനെ എടുക്കുക? നമുക്കറിയാം ഏർണിങ്സ് പ്ലസ് എന്ത് സേവ്ഡ്? പ്ലസ് ഇൻട്രസ്റ്റ് സേവ്ഡ് മൈനസ് ടാക്സ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ നോക്കുക? ഇൻട്രസ്റ്റ് സേവ്ഡ് 25.2 ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. പ്ലസ് ഇൻട്രസ്റ്റ് സേവ്ഡ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. 20 million 6% of 20,000 into 6%. 1,200 into എത്രയാണ്? ഇൻകം ടാക്സ് റേറ്റ് is 25%, so 75%. $900, that is 0.9. 2 plus 26.3. വേറെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? സോറി, ഇവിടെ 8% ആയിരുന്നല്ലോ നമ്മുടെ ഇത്. കാൽക്കുലേറ്റഡ് ഡിസ്കൗണ്ട് റേറ്റും ഉണ്ട്. അപ്പൊ എല്ലാം കൂടി വരുമ്പോ it will be 26.34. കറക്റ്റ് ആണ്.
അപ്പൊ ഇനീഷ്യലി 25.4 ഉണ്ടായിരുന്നു. ലോൺ ഇൻട്രസ്റ്റ് 1.4, ദാറ്റ് ഇസ് 19 മില്യന്റെ 8% ഇൻറ്റു എന്ത് കുറച്ചിട്ടുണ്ട്, ടാക്സ് കുറച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 1.14. 1.14 plus 25.2, you'll get 26.34. ഞാൻ ആദ്യം തെറ്റിയിട്ട് കൂപ്പൺ ആണ് എടുത്തത്. എഫക്റ്റീവ് ആണ് എടുക്കേണ്ടത്, 8% എടുക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ 26.34 വരുന്നത്. കാരണം നമ്മുടെ കിറ്റ് ക്വസ്റ്റ്യൻസിൽ യൂഷ്വലി ഒരു റേറ്റ് അല്ലേ നേരെ തരില്ല. അപ്പൊ നേരെ അത് എടുത്തു പോയത്. എടുക്കുമ്പോൾ എപ്പോഴും എഫക്റ്റീവ് റേറ്റ് ആണ് എടുക്കേണ്ടത്. യൂഷ്വലി നമ്മുടെ എക്സാം ക്വസ്റ്റ്യൻസ് വരുമ്പോ കൺവേർട്ടബിൾ ലോൺ നോട്ടിന്റെ ക്വസ്റ്റ്യൻസ് EPS വരുന്ന സമയത്ത് they don't give usually two rates. If they give two rates, take the എന്ത് റേറ്റ്, എഫക്റ്റീവ് റേറ്റ്, or else what rate they have given അതെടുത്താൽ മതി. ഓക്കെ അല്ലേ? നമ്മുടെ കിറ്റിലൊക്കെ നോക്കുമ്പോൾ ഒറ്റ റേറ്റ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ ആ ഒരു ഇതിലാണ് പെട്ടെന്ന് ഇതെടുത്തത്. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ 8% ഉണ്ട് എന്ന്, അതാണ് എടുക്കേണ്ടത്. അടുത്തത്, if a bonus issue took place during the year, what number of shares should be used in basic EPS share calculation? ഏതാണ് എടുക്കുക? നമ്മള് basic EPS calculation, bonus issue took place during the year, what number of shares should be used in the basic EPS calculation? Number of shares in issue at the end of the year, the number of shares in issue at the beginning of the year, the weighted average number of shares, or the weighted average number of shares adjusted by the bonus element. ഏതാണ് എടുക്കേണ്ടത്? നമ്മുടെ ചെല്ലം, അതായത് കൺവേർട്ടബിൾ ലോൺ നോട്ടിന്റെ എഫക്റ്റീവ് will always be the highest one even if EPS comes. Yes, നമുക്ക് ആ ഹൈ എഫക്റ്റീവ് റേറ്റ് ഹയർ ആവുന്ന സിറ്റുവേഷനെ ആണല്ലോ നമുക്ക് പഠിക്കാൻ. ഓക്കെ, ഇത് ഭയങ്കര ട്രിക്കി ക്വസ്റ്റ്യൻ ആട്ടാ. If a bonus issue took place during the year, what number of shares should be used in the basic earnings per share calculation? How should the basic earnings per calculation be done എന്നല്ല ചോദിച്ചത്. What number of shares ആണ് നമ്മൾ ആ കാൽക്കുലേഷന്റെ ഉള്ളിൽ എടുക്കേണ്ടത് എന്നാണ് ചോദിച്ചത്. അപ്പൊ ഏതായിരിക്കും? The number of shares in the issue at the end of the year. അതല്ലേ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുക. അപ്പൊ A ആണ് ആൻസർ വരാം. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ എടുത്ത് ചോദിച്ച സാധനമാണ് നോക്കുന്നത്. വാട്ട് നമ്പർ ഓഫ് ഷെയർസ് ഷുഡ് ബി യൂസ്ഡ് ഇൻ ദി ബേസിക് EPS earnings per share calculation. അല്ലാണ്ട് വാട്ട് ഈസ് ദി നമ്പർ ഓഫ് ഷെയർ കാൽക്കുലേഷൻ എന്നല്ല ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ശരിക്കും കാൽക്കുലേഷൻ എങ്ങനെയായിരിക്കണം? വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഷെയർസ് അഡ്ജസ്റ്റഡ് ബൈ ദി ബോണസ് എലിമെന്റ്. അതാണ് നമ്മൾ യൂഷ്വലി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക. പക്ഷെ ഇവിടെ ഏത് നമ്പർ ഓഫ് ഷെയർസ് ആണ് എടുക്കേണ്ടത് എന്നാണ് ചോദിച്ചത്. And this is a very tricky question that they have put up. Okay അല്ലേ? Okay. അടുത്തത്, two of the following must be disclosed in the notes to financial statements in accordance with IAS 33 EPS. Interest saved on non-convertible loan note വേണ്ട. Number of preference shares currently in issue വേണ്ട. Instruments that could potentially dilute future EPS, yes വേണം. Ordinary share issued after reporting date നമ്മൾ ഡിസ്ക്ലോസ് ആണ് ചെയ്യുക. ഓക്കെ അല്ലേ? യെസ്, ഓക്കെ ആണോ?
ഇത്രയാണ് നമുക്ക് EPSന്റെ കേസിൽ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് കുറച്ച് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ IFRS ക്വസ്റ്റ്യൻസ് ചെയ്യാം. കാരണം നമുക്ക് ബാക്കിയുള്ള ഏരിയാസിന്റെ എല്ലാത്തിനെയും കവർ ചെയ്തുകൊണ്ടുള്ള എന്തില്ല, OTQs ഇല്ല. അപ്പൊ നമുക്ക് മൾട്ടിപ്പിൾ OTQs കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ആൻഡ് വിൽ വൈൻഡ് അപ്പ് ടുഡേസ് ക്ലാസ്. ആൻഡ് അത് കൂടാണ്ട് ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്ത പോലെ നാളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തും കൂടി അപ്ലോഡ് ചെയ്യാം യൂട്യൂബില്. റേഷ്യോസിന്റെ കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് ഭയങ്കര സിംപ്ലിഫൈഡ് ആയിട്ട് ഞാൻ ഒരേ റേഷ്യോ എക്സ്പ്ലെയിൻ ചെയ്ത് പോണ പോലെ. അതായത് റേഷ്യോസിൽ നിങ്ങൾ എക്സാം സമയമാകുമ്പോൾ അത് മാത്രം കേട്ടിട്ട് പോയാൽ മതി. അപ്പൊ തന്നെ നിങ്ങൾക്ക് കുറെ റീസൺസ് എഴുതാൻ പറ്റും. എന്നിട്ട് അതിൽ തന്നെ ഫൈനൽ വീഡിയോയിൽ ഞാൻ എങ്ങനെ ഒരു ഇത് പ്രസന്റ് ചെയ്യാമെന്നും പിന്നെ ഡിഫറെന്റ് സിറ്റുവേഷൻസിൽ വരുമ്പോ എങ്ങനെ നിങ്ങൾ ചിന്തിക്കണം എന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ ഒരു 5 സെറ്റ് വീഡിയോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഞാൻ വീഡിയോസ് പ്ലാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു വിൽ ഹാവ് ആദ്യം പ്രോഫിറ്റബിലിറ്റിന്റെ 2 പറഞ്ഞിട്ട് ഒരു വീഡിയോ, പിന്നെ അടുത്ത 2 പറഞ്ഞിട്ട് ഒരു വീഡിയോ, ലിക്വിഡിറ്റിന്റെ 2 പറഞ്ഞിട്ട് ഒരു വീഡിയോ, എഫിഷ്യൻസിന്റെ 2 വീതം പറഞ്ഞിട്ട് ഒരേ വീഡിയോ, ആൻഡ് ലാസ്റ്റ്ലി ഗിയറിംഗിന്റെ 2 പറഞ്ഞിട്ട് ഒരു വീഡിയോ. ആൻഡ് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എങ്ങനെ ഒരു ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യാന്നുള്ളത് ഒരു വീഡിയോ. അപ്പൊ ടോട്ടലി ഒരു 6 to 7 വീഡിയോസ് കാണും, വിച്ച് വിൽ ബി 10 minutes. ആ ഒരു ടൈം ഫ്രെയിമാണ് പിടിക്കുന്നത്. വീഡിയോസ് 15 minutes വരെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഇത്രയും ചെറുതാക്കാന്ന് വിചാരിക്കുന്നുണ്ട് നമ്പർ ഓഫ് വീഡിയോസ്. അപ്പൊ നിങ്ങൾക്ക് ഒരു എക്സാം ടൈമിൽ ഒരു 1.5 hours ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റേഷ്യോസിൽ മിനിമൽ മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാന്നുള്ളത് മൊത്തം അതിലുണ്ടാവും. ഓക്കെ അല്ലേ? ചില ലാസ്റ്റ് ക്ലാസ് നമുക്ക് ഇന്നാക്കി വെക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ തൊട്ട് ഇറ്റ് ഇസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് 4 ദിവസം കൂടിയല്ല നമുക്കുള്ളൂ. അപ്പൊ 4 ദിവസം നിങ്ങൾ ഫുൾ ടൈം ഇരുന്നൊന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരേ ക്വസ്റ്റ്യൻ ചെയ്യാം. Let us do the second one. ഇത് മൾട്ടിപ്പിൾ IFRS ആണ് ഇതിൽ വരുന്നത്. അപ്പൊ മൾട്ടിപ്പിൾ IFRS വരുമ്പോൾ the first most difficult thing is that understanding which IFRS there in this. കാരണം ഇങ്ങനെ വരുന്ന സമയത്താണ് നിങ്ങൾക്ക് ഇത്രയും കൂടിയും എന്താവാ, പെട്ടെന്നൊരു സാധനം വന്നിട്ട് അയ്യോ ഇത് എന്താണെന്ന് മനസ്സിലാവാത്ത സിറ്റുവേഷൻ തരാൻ വേണ്ടി അവർ ചിലപ്പോൾ ഒരെണ്ണം ഇങ്ങനെ തന്നെ തരും. ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റി ഇൻ ദി എൻഡ് ഓഫ് ഇയർ 2 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ സിറ്റുവേഷൻ മൊത്തം ഒന്ന് വായിക്കാം. W company's activities include production of maturing products which take a long time before they are ready to retail. Details on one such product are that on 1st April 2005 had cost 5 million and the fair value was 7 million. The product would not be ready to എന്താ പറയാ retail for sale until 31st March 2018 എന്നാണ് പറയുന്നത്. On 1st April 2015 entered into an agreement to sell these products to Easy Finance for 6 million, and the agreement gave Waddle Company the right to repurchase the product at any time at the fixed price of 79860, at which date it's expected to produce the retailer for 10 million. The compound interest would have to be paid on 3-year loan of 6 million. അപ്പൊ ഇതെന്ന് പറയുന്നത് റീപർച്ചേസ് ആണ്. ആ റീപർച്ചേസിൽ തന്നെ എന്താണ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ്. ആ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് സോൾവ് ചെയ്യാനേ പറയണല്ലോ. അപ്പൊ 3-year ലോൺ ആയിട്ട് എത്രയാണ് കിട്ടിയിരിക്കുന്നത്, 6 million. അപ്പൊ 6 million എന്തായാലും ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കും. അതിന്റെ മുകളിൽ എന്തും കൂടി വരും, ഇയർ 1ന്റെ എന്താണ്, $6 million ഉണ്ട്. പിന്നെ ഈ 600,000 എന്താണ് പറഞ്ഞ ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ 600,000 ഫോർ ഇയർ 1 കയറി വരും. ഇപ്പൊ ഇത് ഏതാണ്, ഇയർ 2 അല്ല, ഇയർ 2 കയറി വരും. അപ്പൊ ടോട്ടൽ എത്ര വരും, 6,000 പ്ലസ് 600
പ്ലസ് 660. കാരണം 2 ഇയറിന്റെയും കൂടി ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടാ കിടക്കണ്ടാവുക. അപ്പൊ ടോട്ടൽ എത്ര വരും? 6000 plus 600 plus 660 എന്ന് പറയുമ്പോൾ 1260 plus 6000 is 7260. ഓക്കെ അല്ലേ? നൗ ഇതെന്ന് പറയണത് നിങ്ങക്ക് എന്താ പറയാ, ഇങ്ങനത്തെ ഒരു എന്താ പറയാ ക്വസ്റ്റ്യൻ ലിറ്ററലി ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക. കാരണം നമുക്ക് തന്നെ റീപർച്ചേസിന്റെ ക്വസ്റ്റ്യൻസ് MCQs ആയിട്ട് കപ്ലാനിൽ ഉണ്ടെങ്കിലും ഇതുപോലെ അല്ലായിരുന്നു. അപ്പൊ ഓവർ ഹിയർ there are certain situations whereby they try to ask you what you know in a different manner. അപ്പൊ അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കിട്ടുന്നത്. ബട്ട് ദിസ് ഇസ് ഈസി. ഒന്ന് ഇരുത്തി ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണല്ലോ. ഓക്കെ അല്ലേ? ഇനി ഇവിടെ വാട്ട് ഈസ് അക്കൗണ്ടഡ് ഫോർ എന്താ പറയണത്? വാട്ട് ഈസ് അക്കൗണ്ടഡ് ഫോർ ലീഗൽ ഫോം ഓഫ് ട്രാൻസാക്ഷൻ? വാട്ട് ഫൈനാൻസ് കോസ്റ്റ് വുഡ് ബി റെക്കഗ്നൈസ്ഡ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ഇയർ 3? ഇയർ 3 ഫൈനാൻസ് കോസ്റ്റ്. അപ്പൊ ഇവിടെ 3-year loan of 726 year 3. ഓക്കെ, ഇപ്പൊ ഒരു ലീഗൽ ഫോം ആണ് ഇവർ എടുത്തതെന്ന് വിചാരിക്കും. ഇവരിവിടെ പറയണതിൽ ഇവര് ശരിക്കും റീപർച്ചേസ് മാത്രമല്ല ടെസ്റ്റ് ചെയ്യണ, സബ്സ്റ്റൻസ് ഓവർ ഫോമും ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നേരത്തെ ക്വസ്റ്റ്യനിൽ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞവർ പറയണതിന്റെ റീസൺ എന്താണ്? നമ്മുടെ IAS പ്രകാരം. IAS പ്രകാരം അല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിനൊരു ലോൺ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യൂല. അങ്ങനെ ഒരു ലോൺ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണില്ലെങ്കിൽ ഇതുമ്പോ എന്ത് വരൂല? there will not be any interest. there will not be any interest. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്തായിരിക്കണം? 0. യെസ്, the legal form of transaction is a sale followed by a repurchase, so there won't be any finance cost. IFRS പ്രകാരം ചെയ്തുകൊണ്ടാണ് അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വന്നത്? ലോൺ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വന്നത്. ഇനി സന, ഇതെന്ന് പറയണത് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണോ കിറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണോ എക്സാമിന് വരാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും വരും. അതായത് കിറ്റില് ഞാൻ പറയുന്നില്ലേ, 2 OTKs കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് മാനേജബിൾ ആയിരിക്കും. ഒരു OTKs ഇത്തിരി ഡിഫിക്കൽട്ട് ആവണേന്റെ റീസൺ എന്താണ്? ഈ മൾട്ടിപ്പിൾ IFRSന്റെ OTKs കയറി വരുന്നോണ്ടാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ആദ്യമായിട്ട് ഒരു ഷോക്കിംഗ് പോലത്തെ ഒരു സിറ്റുവേഷൻ ആവരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിന്റെയും കുറച്ച് ക്വസ്റ്റ്യൻസും സ്റ്റഡി ഹബ് പോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യിക്കണത്. ബിക്കോസ് ഐ നോ ദാറ്റ് ആസ് എ സ്റ്റുഡന്റ് യു ഓൾ ആർ പ്രാക്ടീസിങ് ദി റിവിഷൻ കിറ്റ്സ് ആൻഡ് മോസ്റ്റ് ഓഫ് യുവർ കോൺസെൻട്രേഷൻ ഇസ് ഓൺ ദി റിവിഷൻ കിറ്റ്സ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സ്റ്റഡി ഹബ് എടുത്തത്. ഇപ്പൊ ഞാൻ എടുത്ത് കാണിച്ചു തരുന്ന ക്വസ്റ്റ്യൻസിന്റെ പോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. ബട്ട് ഡോണ്ട് വറി, as long as you will have put in a lot of hard work, അത് നല്ല രീതിയിൽ പേ ഓഫ് ആവും. I want you to get each and everything. അതുകൊണ്ടാണ് ഇതിന്റെ ഒരു പാർട്ടും കൂടി എടുത്ത് കാണിക്കുന്നത്. ഓക്കെ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഇതുപോലത്തെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ വരാം. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ മിക്സഡ് സ്റ്റാൻഡേർഡിന്റെ ഒരു ക്വസ്റ്റ്യൻ എടുത്തത് തന്നെ. ഓക്കെ അല്ലേ? ഇപ്പൊ ഇതിൽ നോക്കി അടുത്തത്, ഐഡന്റിഫൈ ബൈ ക്ലിക്കിംഗ് ദ റെലവെന്റ് ബോക്സ് return on capital employed and gearing if the transaction is accounted on the basis on its substance rather than legal form. സബ്സ്റ്റൻസ് ആണെങ്കിൽ അവിടെ ഒരു ലോൺ നോട്ട് പോലെയാണ്. ലോൺ നോട്ട് പോലെ ആണെങ്കിൽ ഗിയറിംഗ് എന്താവും? ഗിയറിംഗ് കൂടും. ROC എന്താവും? കുറയും. കാരണം ഫിനാൻസ് കോസ്റ്റ് കയറി വരും. അപ്പൊ നമ്മുടെ പ്രോഫിറ്റ് എന്താവും? ലോൺ നോട്ടിന്റെ ബേസിസില് അല്ല, ഫിനാൻസ് കോസ്റ്റ് കയറി വന്നാലും ഇത് PBIT അല്ല എടുക്കുക. അപ്പൊ അതല്ല, ഇതിന്റെ മറ്റേ ഇത് എഫക്ട് ചെയ്യും. നമ്മുടെ ലോൺ കൂടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ക്യാപിറ്റൽ എംപ്ലോയിഡ് കൂടും. അപ്പൊ ROC എന്താവും? കുറയും. ഓക്കെ അല്ലേ? അപ്പൊ ഇത് ഭയങ്കര ഡയറക്ട്ലി ചിന്തിക്കാവുന്ന ഈസി സാധനമാണ്. ഇതിന് ഇതൊന്നും വേണ്ട. ഓക്കെ അല്ലേ? യെസ്. സി സർട്ടൻ ക്വസ്റ്റ്യൻസ് ഇപ്പൊ മിക്സ് ആയിട്ട് വന്നാലും ഈസി ആക്കി വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഡോണ്ട് വറി. ഓക്കെ അല്ലേ?
What is the carrying amount of inventory in the financial position at 31st March 2007? Inventory in the fair value of inventory had been increased by 550. 5 million I know fair value. Cost 5 million and the fair value would be 7 million എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിൽക്ക് ഇൻട്രസ്റ്റ് ക്യാപിറ്റലൈസ് ആവുന്നുണ്ട്. അപ്പൊ 600ഉം 660 എന്ന് പറയുമ്പോൾ എത്ര വന്നു? 1260 വന്നു. 1260 പ്ലസ് 5000 എന്ന് പറയുമ്പോൾ 6260. അപ്പൊ ഇവിടെ എത്ര ക്യാപിറ്റലൈസ് ആവുന്ന വെച്ചാൽ 6260 ക്യാപിറ്റലൈസ് ആവും. Now this is a very different question that they've asked right now in repurchase. എപ്പോഴും repurchaseൽ അവര് ഫോക്കസ് ചെയ്യണത് എന്തിനായിരുന്നു? They used to always focus on നമ്മൾ എന്ത് ചെയ്തിരുന്നു, റവന്യൂവിൽ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ റവന്യൂ എന്ന് മാറ്റും, അതേപോലെ കോസ്റ്റ് ഓഫ് സെയിൽസിൽ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറ്റും. പക്ഷെ അത് ക്ലോസിംഗ് ഇൻവെന്ററിയിൽ കാണിക്കുന്ന സമയത്ത് we have to know that എന്താണ് ഇതിന്റെ കോസ്റ്റിന്റെ ഒപ്പം എന്തും കൂടി ക്യാപിറ്റലൈസ് ആയിക്കൊണ്ടിരിക്കുന്ന ഇൻട്രസ്റ്റും കൂടി എന്താവും, ആഡ് ആവും. കാരണം ഇതൊരു ക്വാളിഫൈങ് അസറ്റ് ആയി മാറി ഇൻവെന്ററി. ഇത് കുറെ നാൾ കഴിഞ്ഞിട്ടാണ് റീപർച്ചേസ് ആവണത്. അപ്പൊ അതിന്റെ ഉള്ളിൽ അതിന്റെ വാല്യുവേഷൻ എന്താവും, കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അത് ആഡ് ചെയ്യണം ഇൻട്രസ്റ്റ്. ഓക്കെ അല്ലേ? Now this was a bit different. Yes, correct. Okay. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കണതല്ല. ഈ ക്വസ്റ്റ്യൻ ശരിക്കും ഇതിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് എനിക്ക് ഇതുവരെ ചെയ്തതിൽ തോന്നിയ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ബിക്കോസ് എല്ലാവർക്കും അത് കത്തണം എന്നില്ല. പിന്നെ വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്രൈറ്റീരിയ മസ്റ്റ് ബി മെറ്റ് ബിഫോർ മോഡൽ കമ്പനി റെക്കഗ്നൈസസ് റവന്യൂ ഇൻ റെസ്പെക്ട് ഓഫ് ബിൽ ആൻഡ് ഹോൾഡ് ട്രാൻസാക്ഷൻ? ഏതാണ്? Model plans to manufacture the products 2 weeks before delivery and is due to customer. The customer has requested that the goods be held until they are ready to take for delivery. അപ്പൊ അവര് ഡെലിവറി എടുക്കണ വരെ ഇത് റെഡി ആയി നിർത്തണം എന്ന് മാത്രമല്ലോ. അതാണ് ബിൽ ആൻഡ് ഹോൾഡ്. കറക്റ്റ് ആണ്. അപ്പൊ ബി. യെസ്. ഇത്രയാണ് ഈ ഒരു മൾട്ടിപ്പിൾ സാധനങ്ങൾ കയറി വന്നത്. അപ്പൊ മൾട്ടിപ്പിൾ സാധനങ്ങൾ വന്നപ്പോ എന്താ പറയാ, ഭയങ്കര കൺഫ്യൂസിങ് ആയി എന്നറിയാം. സി നമുക്ക് ഓരോന്ന് ബാക്ക് അടിച്ച് പോവാം. ഈ ക്വസ്റ്റ്യൻസില് the first one, substance over form, and they asked about liability. So they wanted you to solve financial instrument as per substance over form. Second one, legal stance. So there is no substance over form. And അവരെന്താണ് നോക്കിയത്, ഒരു റീപർച്ചേസ് ആണെങ്കിൽ അവിടെ ലോൺ നോട്ടും കാര്യങ്ങളൊന്നും വരൂല. അത് എപ്പോ മാത്രം വരണല്ലോ, സബ്സ്റ്റൻസ് ഉള്ളപ്പോ മാത്രം. അപ്പൊ ഇതാ ലീഗൽ സ്റ്റാൻസിൽ ചിന്തിപ്പിച്ചു. ദെൻ അവരെന്ത് ചെയ്യിപ്പിച്ചു, നിങ്ങളെ കൊണ്ട് ഇതിന്റെ ബേസിസിലുള്ള എന്ത് റേഷ്യോസിനെ കുറിച്ച് ചിന്തിപ്പിച്ചു. അപ്പൊ നേരെ ഇവിടുന്ന് വേറെ തന്നെ ഒരു ചാപ്റ്ററിലേക്ക് ചാടി, ബട്ട് കണക്ട് ചെയ്ത് വെച്ചു. ദെൻ ദേ വാണ്ട് യു ടു നോ വാട്ട് ഈസ് ദി ഇൻവെന്ററീസ് വാല്യുവേഷൻ. അപ്പൊ ഇൻവെന്ററീസ് വാല്യുവേഷനിൽ നമ്മൾ ഇത് എന്തായി ഇൻട്രസ്റ്റ് കയറി വരുന്നത്. ഇതാണ് എനിക്ക് ഇതിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയ ഒരു സംഭവം. ആൻഡ് ദ ലാസ്റ്റ് വൺ വാസ് ഡയറക്റ്റ്. ബട്ട് ഇതിനെ കുറിച്ച് ഇങ്ങനത്തെ ഒരു ചോദ്യം നിങ്ങൾക്ക് റിവിഷൻ കിറ്റിൽ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇത്ര ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നാൻ ചാൻസ് ഉള്ളൂ. But this is easy. ഈ ഫിഫ്ത് വൺ. ഓക്കെ അല്ലേ? അപ്പൊ സബ്സ്റ്റൻസ് ഓവർ ഫോം ഓർമ്മ ഇല്ലാത്ത ആൾക്കാർക്ക് ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യനും എന്താ ഡിഫറൻസ് പോലും മനസ്സിലായിട്ടുണ്ടാവില്ല. ആ സീറോ വരുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? സി ഞാൻ ഈ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് തപ്പിയെടുത്ത് നിങ്ങളെ കാണിക്കണതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, you need not get everything right. That is one thing. What you have to do is you have to get majority of the things right. അതിന്റെ ഉള്ളിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ ഇങ്ങനെ മിസ് ഔട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത്. അപ്പൊ നാളെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആന്റിസിപ്പേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും.
അപ്പൊ അതിലൊരു ചെറിയ മൈന്യൂട്ട് എലിമെന്റ്സ് എന്തെങ്കിലും നിങ്ങൾക്ക് സ്ട്രൈക്ക് ആയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു ആൾ. ഓക്കെ അല്ലേ? ഞാൻ എപ്പോഴും പറയാം, ഈ മൾട്ടിപ്പിൾ IFRS നോക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. ഇനി ഇതിൽ തന്നെ മൾട്ടിപ്പിൾ IFRSന്റെ വാർഡിൽ കഴിഞ്ഞു. വാർഡിൽ വാസ് ഡിഫിക്കൽട്ട്, സ്കെപ്റ്റിക് ഉണ്ട് കിറ്റില്. മോസ്റ്റൻ വാസ് എ ബിഗ് ക്വസ്റ്റ്യൻ ഇൻ ദി കിറ്റ്. നമുക്ക് വേണമെങ്കിൽ ആ ബിഗ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കിട്ടും. നമുക്ക് ക്യാൻഡി ചെയ്ത് നോക്കാം. ഓക്കെ, ഇതുവരെ ഓക്കെ ആണോ? സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻസ് വരൂല എന്നില്ല ചെല്ലും. അതായത് സി your FR question paper is not 100% difficult, but your FR question paper is like 30% difficult, 70% easy. ആ ഒരു രീതിയാണ്. നിങ്ങൾ ആ 30% അവർ നിങ്ങളുടെ തുടക്കത്തിലും ഇടയിലൊക്കെ ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ ദാറ്റ് നിങ്ങൾ ഇത് കണ്ട് നിങ്ങളുടെ ഫുൾ മൂഡ് പോയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്ന സാധനം നിങ്ങൾ കൊളാക്കണം. ഇതാണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. You have to understand that to pass FR you need only 50 marks. അവരൊരിക്കലും പാസ് മാർക്ക് 100 മാർക്ക് ആക്കി വെച്ചിട്ടില്ലല്ലോ. അതെന്തുകൊണ്ടാ? They don't want you all to get full in this 3 hours. In this 3-hour time pressure, they want you to solve maximum questions. അതായത് ഭൂരിഭാഗം questions, majority of the questions right. അതിൽ majority of the questions right വന്നാൽ മതി. ബാക്കിയുള്ളതിൽ you have options to തെറ്റിക്കാൻ ഉള്ള ഒരു സ്പേസ് ഉണ്ട്. ചില ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ട് ആയിരിക്കും, ബട്ട് എല്ലാ ക്വസ്റ്റ്യൻസ് ഇതുപോലെ ഡിഫിക്കൽട്ട് ആയിട്ട് വരണമെന്നില്ല. ഓക്കെ അല്ലേ? സോ ഡോണ്ട് വറി ട്ടാ. Okay. What is the depreciation expense in respect of property, plant and equipment that is recognized in Candy Company Statement of Profit and Loss? ഇത് കണ്ട ഈസി ആയിട്ട് അവരൊരു എന്ത് ചോദിച്ചു? ഡെപ്രീസിയേഷന്റെ കഥയും ചോദിച്ചു. അപ്പൊ ഡെപ്രീസിയേഷന്റെ കഥയിൽ നമുക്ക് നോക്കാം. The directors had revalued the land at 8 million and 39 million on 1st October 2015. That is year startലാണ് revaluation നടന്നു. And the remaining life of the building was എത്ര? 15 years. അപ്പൊ നമുക്ക് ഈസിലി ഇത് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? ലാൻഡിന് ഡെപ്രീസിയേഷൻ ഇല്ല, ബിൽഡിങ്ങിന് 39 ഡിവൈഡഡ് ബൈ 15 ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഒരു ഡെപ്രീസിയേഷൻ കിട്ടും. അപ്പൊ നമുക്ക് അതങ്ങനെ ചെയ്തു വെക്കാം. ഇതിന്റെ മുമ്പത്തെ കഥ ഞാൻ ചിന്തിക്കണ പോലും ഇല്ല. എന്താണെന്ന് അറിയാം? ഇയർ സ്റ്റാർട്ടിലാണ് എന്ത് ചെയ്തത്? റീവാല്യൂ ചെയ്തത്. റീവാല്യൂ ചെയ്താൽ ഞാൻ പുതിയ ഡെപ്രീസിയേഷൻ കാണണം വിത്ത് റിമൈനിങ് യൂസ്ഫുൾ ലൈഫ്. അപ്പൊ ഞാൻ നേരെ ചെയ്താൽ മതി. 2600 കിട്ടി. പിന്നെ എനിക്കറിയാം എന്തുണ്ട്? പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്. അപ്പൊ പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് എവിടേക്ക് പോയി? ഞാൻ പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് കോസ്റ്റ് എത്രയാണ്? പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് 6500. അതിൽ നിന്ന് ഓൾറെഡി എത്ര പോയി? 36500 പോയി. അപ്പൊ 6500 മൈനസ് 36500 will obviously give me 24,000. അതിന്റെ മുകളിൽ എത്ര പെർസെന്റേജ്? 12.5%. 12.5% into 24,000 is gonna give me 3,000. 3,000 plus 2,600 is 5,600 is my answer. Easy question. This was easy answer. വളരെ ഈസി ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ കണ്ടില്ലേ, മൾട്ടിപ്പിൾ വന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ പെടൂല. You saw a difficult question. That does not mean every question is like that. Easy questions ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ഡിഫിക്കൽട്ട് സാധനം വരായിരിക്കും. അപ്പൊ പറയും, ഇതിൽ നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഇസ് ദി ടാക്സ് എക്സ്പെൻസ്? പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് പോകേണ്ടത്.
Very good. Tax expense എല്ലാവർക്കും solve ചെയ്യാൻ അറിയാലോ. Current year estimate, that is 2.2300 plus under or over absorbed. അത് ഏതാണ് നോക്കാം. Current tax is 1000 എന്ന് പറയുന്നത് നോക്കിയേ, ക്രെഡിറ്റ് സൈഡില under absorbed, അപ്പൊ -1000 plus or minus മൂവ്മെന്റ് വരണം. ഓക്കെ അല്ലേ? അപ്പൊ എനിക്ക് ഇവിടെ അറിയാം എത്ര ഉണ്ട്. Deferred tax is 2600. Here it is 2940. അപ്പൊ plus 340 മൂവ്മെന്റ് കൂടി കയറി വന്നു. Plus 340 by what? 1640. Easy question. ഒന്നും ചെയ്യാനില്ല. ഓക്കെ അല്ലേ? കണ്ട, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. ചില സമയത്ത് you will be lucky enough to get this. See, there are many sets of paper അല്ലേ? ചിലവർക്ക് കിട്ടുന്ന questions easy ആയിരിക്കാം. We have to just be prepared for both easy and non-easy. What is the carrying amount of loan note in the statement of financial position? അപ്പൊ loan note നമുക്ക് നോക്കാം. The loan note was issued and incurred an issue cost of 1 million which was charged to profit and loss എന്ന് പറഞ്ഞു. അപ്പൊ loan note എത്രയാണ്? അതെ, 30 million ലോൺ നോട്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ 30 million-ന്റെ 1 million കുറച്ച് കഴിഞ്ഞാൽ അതെ പ്രൊസീഡ്സ് ലോൺ നോട്ട് 30 million 1 million കുറയ്ക്കാം. അപ്പൊ 29 ആയി. എന്നിട്ട് effective interest rate is 9% and 1.5 എന്തുണ്ട്, നമുക്ക് കൂപ്പൺ ഉണ്ട്. സോ ഈസി ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പൊ 29,000 into 9%. $2160 plus 29,000 minus 1,500 equal to 31 എത്രയാണ് 110. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നൊക്കെ. 3110 കറക്റ്റ് ആണ്. ഇതൊക്കെ കണ്ട, ഇതൊക്കെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ അല്ലേ മക്കളെ? ഇതൊക്കെ നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു, നോട്ട് ഡിഫിക്കൽട്ട് വൺസ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിയേ എല്ലാരും. Which two of the following financial assets can be classified as fair value through other comprehensive income? ഏതാണ് fair value through OCI? held for trading ആണോ? അല്ല, not held for trading ഒരെണ്ണം. പിന്നെ loan assets held for contractual cash flows and proceeds from sale. രണ്ടും, അതായത് ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റില് നമ്മള് ക്യാഷ് ഫ്ലോസ് ഇൻട്രസ്റ്റ് വെച്ചിട്ട് കിട്ടാനും അത് കൂടാണ്ട് ചിലപ്പോൾ നമ്മൾ അത് വിൽക്കാനും ചാൻസ് ഉള്ളതിനെയാണ് സി. അപ്പൊ ബി ആൻഡ് സി. ഓക്കെ അല്ലേ? ഇതൊക്കെ ഈസിയാണ്. ഈ സാധനം കറക്റ്റ്ലി നമ്മുടെ ഇതിൽ തന്നെ ഉണ്ടടാ. ഞാൻ ആ ബോക്സ് വരച്ചെന്ന് പഠിച്ചവർക്കൊക്കെ ഇത് ഭയങ്കര ഈസി ആയിട്ട് കിട്ടും. ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. സി ദ ഹോൾ ഇതുവരെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിവിടെ നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ അല്ലേ? Interest receivable when tax is assessed on cash basis. അപ്പൊ എന്താവും, നമുക്ക് ഒരു ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് ആണോ ഉണ്ടാവുക, ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ് ആണോ? ഇൻട്രസ്റ്റ് റിസീവബിൾ വരുന്നത് ക്യാഷ് ബേസിസ് എടുക്കുമ്പോ
അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ എന്തുണ്ടാവും? Now this you have to think, okay? അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്ക്, ഇൻട്രസ്റ്റ് റിസീവബിൾ എപ്പോഴാണ് ഉണ്ടാവുക? when interest received P&L amount tax based amount same രീതിയിൽ എന്താവില്ല, കണക്ട് ആവാത്ത സിറ്റുവേഷനിൽ where your carrying amount is higher than your tax base, that is taxable temporary difference. Okay അല്ലേ? Financial asset carried at fair value where fair value has fallen since acquisition. അപ്പൊ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ക്യാരിങ് വാല്യൂ ചെറുതായി. ക്യാരിങ് വാല്യൂ ചെറുതാവുമ്പോൾ ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ്. പ്രൊവിഷൻ ഫോർ വാറന്റി ചാർജസ് വേർ ടാക്സ് അതോറിറ്റി ഗിവ്സ് ബെനിഫിറ്റ്സ് ഓൺലി വെൻ ക്യാഷ് ഇസ് പെയ്ഡ്. അപ്പൊ ഇതെന്താണ്? വീണ്ടും ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ്. And convertible loan note where tax authority does not recognize the distinction between debt and equity for accounting purpose, you will have taxable temporary difference. Correct. നമ്മുടെ ഓൾറെഡി ഇൻട്രസ്റ്റ് റിസീവബിൾ എന്ന് പറഞ്ഞ് കാണിച്ചു, മറ്റേ ടാക്സ് ബേസ് സാലറിയിൽ അത് കാണിച്ചിട്ടില്ല. അപ്പൊ ക്യാരിങ് വാല്യൂ വിൽ ബി ഹൈ. ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ്. ഫിനാൻഷ്യൽ അസെറ്റ് ക്യാരിഡ് അറ്റ് ഫെയർ വാല്യൂന്റെ ഫെയർ വാല്യൂ വീണു. അപ്പൊ ക്യാരിങ് വാല്യൂ വിൽ ബി ലോ. ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ്. പ്രൊവിഷൻ ഫോർ വാറന്റി ചാർജസ് വേർ ടാക്സ് അതോറിറ്റി ഗിവ്സ് ബെനിഫിറ്റ് ഓൺലി വെൻ ക്യാഷ് ഇസ് പെയ്ഡ്. അപ്പൊ ഇവിടെ എന്തായി? നിങ്ങളുടെ ക്യാരിങ് വാല്യൂ എന്തായി കിടക്കാണ്? കുറഞ്ഞു കിടക്കാണ്. Deductible temporary difference. Convertible loan note where tax authority does not have that distinction എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? Their carrying value becomes higher. Taxable temporary difference. ഇത്രയാണ് ഉണ്ടായിരുന്നല്ലോ. പിന്നെയും ഇത്രയും കൂടി ഒന്ന് കുഴപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ക്വസ്റ്റ്യൻ ആയിരുന്നു. ബാക്കിയൊക്കെ എന്തായിരുന്നു? ഈസി ആയിരുന്നു. ഓക്കെ അല്ലേ? നമുക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടിയും ചെയ്യാം. Multiple IFRS. ഇനി ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ അല്ലേ നമുക്ക് ശരിക്കും മോസ്റ്റ് നോക്കിയാണ് നോൺ സ്റ്റോം TDS നോൺ സ്റ്റോം ചെയ്യും. ഇതൊക്കെ അവര് എന്താ ചെയ്തിരിക്കുന്നത്? നിങ്ങൾക്ക് വന്ന എക്സാമിന് വന്ന കുറച്ച് വലിയ ക്വസ്റ്റ്യൻസ് എന്നുള്ള കാര്യങ്ങൾ എടുത്ത് തന്നിരിക്കുകയാണ് ക്വസ്റ്റ്യൻ ആയിട്ട്. ചെല്ലം ടെൻഷൻ ആവണ്ട, നമുക്ക് ഫുൾ 100 out of 100 കിട്ടണ്ട പാസ് ആവാൻ. ഈസി വന്നാലും ചിലപ്പോൾ ചില മിസ്റ്റേക്സ് വരും. ഡിഫിക്കൽട്ട് വന്നാൽ ചിലപ്പോൾ എല്ലാം തെറ്റൂല, ചിലപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും. അപ്പൊ ഡോണ്ട് വറി, യു ക്യാൻ മേക്ക് ഇറ്റ് അപ്പ്. ഫസ്റ്റ് തിങ് നമ്മൾ സ്ട്രെസ് മൊത്തം കുറയ്ക്കാന്നാണ്. കാരണം സി യു ഹാവ് പുട്ട് യുവർ എഫേർട്ട് ഫോർ ദി പാസ്റ്റ് 2-3 months. ഇനി പാസ്റ്റ് 2-3 months ഫുൾ എഫേർട്ട് ഉണ്ടായിരുന്നെങ്കിലും ഫൈനൽ മന്ത് ഒക്കെ ആയിട്ട് എല്ലാവരും നല്ലോണം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ എഫേർട്ട് വെച്ചിട്ട് ഐ തിങ്ക് യു ഓൾ ഹാവ് ദി പൊട്ടൻഷ്യൽ ടു ഗെയിൻ അബവ് 50 marks. അത് ആ സമയത്ത് ഭയങ്കര കൂളായിട്ട് ആ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യണതാണ്. ചിലപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്നും കിട്ടൂല. ബട്ട് ജസ്റ്റ് കീപ് ഇറ്റ് അപ്പ്, ഗോ ഫോർ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എവിടെയെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടി തുടങ്ങും. കിട്ടി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സമയം കിട്ടുമ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ യു വിൽ ഓൾസോ ബി ഏബിൾ ടു ഡു ദിസ്. ദി ഓൺലി തിങ് ദാറ്റ് ഈസ് in between you and passing the exam is your tension. അത് ഓവറാക്കി ഇതാക്കരുത്. I know each and everyone is putting in a lot of effort because it is their exam. അവർ എന്തായാലും വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. And I hope that you all are able to make it up in the exam. നിങ്ങൾ മാക്സിമം മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റണം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഈ ക്വസ്റ്റ്യനിൽ വാട്ട് ഇസ് ദ ഫിനാൻസ് കോസ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫിനാൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ വീണ്ടും ലോൺ നോട്ടാണ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ വലിയ ക്വസ്റ്റ്യൻസിൽ ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻ ആണ്. 20,500,000 19,500 8% എത്രയാണ്? 0.08 into 19,500 1560. 1560 is option C. Confirm.
കണ്ട സിമ്പിൾ. കണ്ട ഒരു നമ്മൾ റാൻഡംലി ചൂസ് ചെയ്ത ഒരെണ്ണം ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു, പക്ഷെ രണ്ടെണ്ണം ഇപ്പൊ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്വസ്റ്റ്യൻസ് വരുന്നത് കമ്പാരറ്റീവ്ലി ഓക്കെ, യു ക്യാൻ ഹാൻഡിൽ ഇറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ടാക്സ്. ഇപ്പൊ മൾട്ടിപ്പിൾ IFRS വരുമ്പോ കണ്ട അവര് മിസ് ഔട്ട് ചെയ്യാണ്ട് ചോദിക്കുന്ന കുറച്ച് IFRS ഉണ്ട്. ദാറ്റ് ഇസ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്, ടാക്സ്, ഇങ്ങനത്തെ കാര്യങ്ങള്, ചില PPE. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ എപ്പോഴും ഉണ്ടാവും. അപ്പൊ അത് നിങ്ങൾ എന്താവരുത്, ടെൻസ്ഡ് ആവരുത്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ വീണ്ടും ടാക്സ് എക്സ്പെൻസ് 1200 was required. The at June the financial value of non-sums net assets were 2800 higher than the tax base with the rate of ഇത്. Okay, അപ്പൊ ഇവിടെ വെച്ചിട്ട് നമുക്ക് under provision is 60, deferred tax is 1100, so 0.3 multiplied by 2800 is 840. 840 minus 101, 170 plus 60 plus 1200, 1090, which is your B. നിങ്ങൾക്ക് മാർക്ക് കിട്ടണം. യെസ്, സാധാ ടാക്സ്, ഒരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നില്ല ഇതില്. നോർമലി ഞാൻ എന്ത് ചെയ്തു, കറന്റ് ഇയർ എസ്റ്റിമേറ്റ് പ്ലസ് ഓർ മൈനസ് അണ്ടർ ഓർ ഓവർ അബ്സോർബ് പ്ലസ് ഓർ മൈനസ് മൂവ്മെന്റ് ഇൻ ഡെഫേർഡ് ടാക്സ് എല്ലാം എടുത്തു, ഡയറക്ട്ലി ആൻസർ കിട്ടി. ഓക്കെ അല്ലേ? Now these things are easy. ഇവിടെ വീണ്ടും നമുക്ക് ഒരു സാധനം കയറി വന്നിട്ടുണ്ട്, EPS. What number of shares will be used to calculate basic EPS? അപ്പൊ ഇവിടെ നമ്മൾ നോക്കാം, EPS-ല് on 1st April 10 million എന്ത് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. മുകളിൽ എത്ര ഇക്വിറ്റി ഷെയർസ്, 30. അപ്പൊ 30.5 number of shares, and 1st April 10 million equity shares were issued, which is already a part of this thing അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യാ പറഞ്ഞ, വെയ്റ്റഡ് ആവറേജ് എങ്ങനെ എടുക്കാം? ഒന്ന് 60 million ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഉണ്ട്, അതിൽ 10 million പിന്നെ ഇഷ്യൂ ചെയ്തതാണ്. അപ്പൊ നേരത്തെ എത്ര ഉണ്ടാവും, 50 million ഉണ്ടാവും. അപ്പൊ 50 million 50,000 into 9/12 37,500. പിന്നെ 60,000 into 3/12 months, 15,000 വരെ, 6,000 എടുത്ത് പോയതാട്ടോ. 15,000 plus 37,500, 37,500 plus 15,000, 52,500. 52,500 is C. ഇതും ഈസി ആയിരുന്നു. ത്രോട്ട് ഓക്കെ ആയി തുടങ്ങിയിട്ടുണ്ടടാ. ഇന്നത്തോടെ ഫൈനൽ ഇത് കഴിഞ്ഞു. ഇപ്പൊ നെബുലൈസേഷൻ ചെയ്യണോണ്ട് വന്ന് ക്ലാസ് എടുക്കുമ്പോ ഇത്രയും കൂടി മെച്ചുണ്ട്. താങ്ക്സ് ഫോർ ആസ്കിങ് ട്ടോ. Which of the following is not a method for valuing financial asset according to IFRS 9 financial instruments? ഏതാണ്? ഇതിന് ഏത് മെത്തേഡാണ്? ഭയങ്കര ഈസിയാണ്, ഇക്വിറ്റി മെത്തേഡ്. ഇക്വിറ്റി മെത്തേഡ് കൺസോൾട്ടേഷനിലുള്ള മെത്തേഡാണ്. അത് എന്തിനു വേണ്ടിയിട്ട്, അസോസിയേറ്റിന് വേണ്ടിയിട്ടുള്ള മെത്തേഡാണ്. ഓക്കെ അല്ലേ? യെസ്, ഇക്വിറ്റി മെത്തേഡ് കണ്ട ഇൻവെസ്റ്റ്മെന്റിന് അസോസിയേറ്റിന് വേണ്ടിയിട്ട് പറയണതാണ് നമ്മൾ. ഓക്കെ ആണോ? ഇടയിൽ കൺസോൾട്ടേഷനും ചോദിച്ചിട്ടുണ്ടായിരുന്നു അവര്.
കുറെ മിക്സ് വന്നു ഇതില്. Which two of the following leads to deductible temporary difference in accordance to എന്താണ് ഇൻകം ടാക്സ്? ഏതൊക്കെയാണ്? An upward revaluation of property. Revaluation കൂടി കഴിഞ്ഞാൽ അത് ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ് അല്ല, ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് ആണ് വരിക. അപ്പൊ അതല്ല, എ ആൻസർ അല്ല. പിന്നെ an asset that is depreciated over 3 years but taxable allowable depreciation is only 25% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏതായിരിക്കും കൂടുതൽ ഡെപ്രീസിയേഷൻ വരാ? ടാക്സ് അലവബിൾ ഡെപ്രീസിയേഷൻ എന്താണ് അവര് പറഞ്ഞത്? 25% ആണ്. ആൻഡ് an asset that is depreciated over 3 years. 3 years എന്ന് പറയുമ്പോൾ depreciation will be 33.3%. അപ്പൊ ഇവിടെ ഡെപ്രീസിയേഷൻ കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ ടാക്സ് ബേസ് ആയിരിക്കും കൂടുതൽ. വെരി ഗുഡ്, ബി ആണ് ഒരു ആൻസർ. പിന്നെ ക്യാപിറ്റലൈസ് ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ക്യാരിങ് വാല്യൂ കൂടി, അത് തെറ്റാ. അപ്പൊ ഇത് കറക്റ്റ് ആവണം. അപ്പൊ ബി ആൻഡ് ഡി ആയിരിക്കണം കറക്റ്റ്. യെസ്. ഇൻട്രസ്റ്റ് പേയബിൾ വേർ ടാക്സ് അതോറിറ്റി അലൗസ് ഇൻട്രസ്റ്റ് പെയ്ഡ് എന്ന് പറയുന്ന സിറ്റുവേഷൻ വരുമ്പോഴും നമുക്ക് ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ് ആണുള്ളത്. അപ്പൊ ഈ മൊത്തം സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും ശരിക്കും നല്ല ഈസി ആയിരുന്നു. അപ്പൊ ഞാൻ എപ്പോഴും പറയും, see it is not study hub that is very difficult, or it is not Kaplan that is difficult, or it is not BPP that is difficult. It is your core concepts. നിങ്ങളുടെ core concepts എത്രമാത്രം അടിപൊളിയാണ്, നിങ്ങൾ എത്രമാത്രം വർക്ക് ചെയ്തിട്ടുണ്ട്. And I'll tell you one more thing. See, your question paper will be consisting of 2 or 3 or 4 sets maybe. Okay. അപ്പൊ അതിൽ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് എന്തായാലും ഒരു റേഷ്യോ അനാലിസിസ് ഉണ്ട് 20 മാർക്സ്. ഓക്കെ അല്ലേ? പിന്നെ നിങ്ങൾക്ക് either consolidation or single entity ആണ് വരിക. If you are getting a consolidation for 20 marks, okay, 20 marks നിങ്ങൾക്ക് ഒരു consolidation വരാണെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ എൻറ്റിറ്റി റേഷ്യോ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ 20 മാർക്സ് നിങ്ങൾക്ക് ഒരു സിംഗിൾ എൻറ്റിറ്റി വരാണെങ്കിൽ യു വിൽ ഗെറ്റ് കൺസോളിഡേറ്റഡ് റേഷ്യോസ്. ഇത് രണ്ടും ഒക്കെ ആണോ? അപ്പൊ യുവർ 40 മാർക്സ് സോർട്ടഡ് ഔട്ട്. അവിടെ പുതിയ സർപ്രൈസ് എലിമെന്റ് ഒന്നും ഇല്ല. പിന്നെ എങ്ങാനും നിങ്ങൾക്ക് സിംഗിൾ എൻറ്റിറ്റി ആണ് വരുന്നത്, കൺസോളിഡേറ്റഡ് റേഷ്യോസ് വന്നാൽ യു വിൽ ഗെറ്റ് കൺസോളിഡേഷൻ ഇൻ യുവർ പാർട്ട് എ ഓർ പാർട്ട് ബി. പാർട്ട് ബിയിൽ ഒരു ഒ ടി കേസ് ആയിട്ടോ അല്ലെങ്കിൽ പാർട്ട് എയിൽ കുറെ ക്വസ്റ്റ്യൻസ് ആയിട്ടോ നിങ്ങൾക്ക് എന്ത് വരാം? കൺസോളിഡേഷന്റെ MCQs വരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ആ പേപ്പർ പാസ്സാവാൻ ഭയങ്കര ഈസിയാണ്. കാരണം കൺസോളിഡേഷന്റെ MCQs ആർ റിപ്പ് ഓഫ് ഓഫ് യുവർ കപ്ലാൻ ആൻഡ് BPP. അതായത് നിങ്ങളുടെ കപ്ലാൻ ആൻഡ് BPPയിൽ നിങ്ങൾ കാണുന്ന പോലത്തെ ക്വസ്റ്റ്യൻസിന് തന്നെ അതേപോലത്തെ ഫോർമാറ്റ് ആണ് എവിടെ വരുന്നത്, എക്സാമിനും വരുന്നത്. അപ്പൊ അത് മാത്രം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പേരും നമ്പറും ഡേറ്റ് ഒക്കെ മാറ്റിയിട്ടാണ് ഇവിടെയും വരുന്നത്. അപ്പൊ ഇറ്റ് ഇസ് നോട്ട് ഡിഫിക്കൽട്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് കൺസോളിഡേഷൻ വന്നു എന്ന് വിചാരിക്കും 20 മാർക്കർ ആയിട്ട്. അപ്പൊ സിംഗിൾ എൻറ്റിറ്റി റേഷ്യോ വരും. പിന്നെ നിങ്ങൾക്ക് ഈ മൾട്ടിപ്പിൾ IFRSന്റെ എന്ത് വരും? ഒരു OT കേസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ഥിരം ചോദിക്കണ എന്താ പറയാ സിംഗിൾ എൻറ്റിറ്റിയിലൊക്കെ ചോദിക്കണ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചിലപ്പോൾ കയറി വരാൻ ചാൻസ് ഉണ്ട് MCQs ആയിട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിലും വി ഹാവ് ദി ഓപ്പർച്യൂണിറ്റി ടു പാസ്. ഇഫ് യു ആർ ഗെറ്റിംഗ് 16 and 20 മാർക്ക് ക്വസ്റ്റ്യൻസ്, യു ഓൾറെഡി ഹാവ് ഗോട്ട് 32 മാർക്സ്. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയും, OT കേസസിൽ 2 OT കേസ് നമുക്ക് അറിയാവുന്ന സ്ഥലത്ത് നിന്ന് വരാം. ഏതാ? ഒന്ന് IFRS മിക്സ് PPയും മിക്സും ആയിട്ട് വരും. പിന്നൊന്ന് നമുക്ക് എന്ത് വരാം? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്, ലീസ്, റവന്യൂ, ടാക്സ്, EPS. ഈ 6 ഏരിയന്ന് എന്തായാലും 2 OT കേസ് കാണും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ നിന്ന് മെജോറിറ്റി ഓഫ് ദി മാർക്സ് കിട്ടും. മേ ബി 20 മാർക്സിൽ യു കുഡ് ഓൺലി പുൾ ഓഫ് 12 മാർക്സ്. സ്റ്റിൽ യു ആർ അറ്റ് 44 മാർക്സ്. പിന്നെ നിങ്ങൾക്ക് 6 മാർക്സും കൂടി മതി പാസ്സാവും. 15 MCQയിൽ 3 എണ്ണം കറക്റ്റ് ആക്കിയാൽ മതി. 4 MCQ സ്ട്രേറ്റ് ഫോർവേഡ് ഈസി MCQ ഉണ്ട് എക്സാമിന്. ആ 4 എണ്ണം കറക്റ്റ് ആക്കി യു ആർ അറ്റ് 52. Now that is pass mark. See, passing FR is easy എന്ന് എല്ലാരും പറയണ പോലെ തന്നെ അത് ഈസിയാണ്. The difficult part is studying for this marks. Okay അല്ലേ? അപ്പൊ ഈ ഒരു എഫേർട്ട് ഇട്ടിട്ട് മുന്നോട്ടുള്ള ദിവസങ്ങൾ നല്ല എഫേർട്ട് ഇട്ടിട്ട് മുന്നോട്ട് പോവാ. എന്തായാലും മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും പാസ്സാകാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. And I'll pray for all of you all. ആൻഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ സ്റ്റുഡൻസ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് വാട്ട് ഐ വിൽ ഡു ഇസ് നമ്മുടെ ACCA ട്യൂട്ടർ ക്ലബിൽ ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോസ് നാളെ ഉണ്ടാക്കിയിട്ട് പോസ്റ്റ് ചെയ്യാം. ഓക്കെ അല്ലേ?
അപ്പൊ നാളെ ഞാൻ അതിന്റെ ലിങ്ക്സ് നമ്മുടെ എല്ലാ ഗ്രൂപ്പിലും മാരത്തോൺ ഗ്രൂപ്പിലും ഒക്കെ ഇടാണ്ട. റേഷ്യോസ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഈസി ആക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് വയ്ക്കാം. ഓക്കെ അല്ലേ? അപ്പൊ അതും കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് യു ഓൾ ക്യാൻ റൈറ്റ് റേഷ്യോസ് ഓൾസോ വെൽ. റേഷ്യോസ് എന്നെ നന്നായിട്ട് എഴുതി എനിക്ക് അറിയാം, ഭൂരിഭാഗം സ്റ്റുഡൻസ് are going to pass. കാരണം ഭൂരിഭാഗം സ്റ്റുഡൻസിന് ഏറ്റവും പേടിക്കുന്ന ഏരിയ അതാണ്. So don't worry, I'll put up videos for that. അപ്പൊ all the best, write your exams very well. Bye, take care. കുറച്ച് തിയറീസ് ഒക്കെ കയറി വരും സുൽത്താന്. പക്ഷെ തിയറിയിൽ ഈസി തിയറി ഉണ്ട്, അതേപോലെ ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള തിയറീസും വരും. ബട്ട് നോട്ട് എവറിഥിങ് വിൽ ബി ഡിഫിക്കൽട്ട്. സോ ഡോണ്ട് വറി, യു ക്യാൻ മേക്ക് ഇറ്റ് അപ്പ്. ഓക്കെ, ബൈ. എന്തായാലും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാം. ബൈ, സി യു. ഓൾ ദി ബെസ്റ്റ്.